ഇന്ന് വൻപയർ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായി അരക്കപ്പ് വൻപയറാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് 4-5 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലതുപോലെ കഴുകിയെടുക്കണം. അങ്ങനെ കഴുകിയെടുത്ത വൻപയർ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്ത് വെക്കുകയാണ്. പയറും കടലയും ഒക്കെ സോക്ക് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നതാ നല്ലത്. 3 മണിക്കൂർ സോക്ക് ചെയ്ത വൻപയറാണിത്. ഒന്നുകൂടി കഴുകിയതിന് ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കണം. ഇനി ഇത് സാധാരണ രീതിയിൽ വേവിച്ചെടുക്കുകയോ പ്രഷർ കുക്ക് ചെയ്യുകയോ ചെയ്യാം. പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചെറിയ നാടൻ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണെങ്കിൽ ഇത്രയും വേണ്ട, ഒരു 2 എണ്ണമൊക്കെ മതിയാകും. വെളുത്തുള്ളി അതേപടി ഇട്ടാൽ പോരാ, നല്ലതുപോലെ ചതച്ചതിന് ശേഷമാണ് പയറിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പയർ കഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല. ഒരു 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പ്രഷർ കുക്കർ അടച്ച് വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കണം. ഈ പ്രഷർ കുക്കറിൽ ഞാനൊരു 3 വിസിൽ വരെയാണ് വേവിച്ചത്. അതിനുശേഷം മാറ്റിവെച്ചു. അരപ്പിനായി തേങ്ങ ചിരകിയത്, ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, നല്ല ജീരകത്തിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ മിക്സിയിൽ പൾസ് ചെയ്തെടുക്കുന്നില്ല. കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഈ തോരനുള്ളൂ, പക്ഷേ നല്ല ടേസ്റ്റാണ്. പ്രഷർ കുക്കർ ഓപ്പൺ ചെയ്തു. വൻപയർ വേവിച്ച കുറച്ച് വെള്ളം അതിലുണ്ട്. അത് കളയാൻ പാടില്ല, അത് ആവശ്യമുണ്ട്. ഒരു കടായി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് മുഴുവൻ പൊട്ടിക്കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ സോട്ട് ചെയ്തെടുക്കണം. പച്ചമുളകിന് പകരം മുളക് പൊടി ചേർക്കുവാണെങ്കിൽ ഈ തോരൻ്റെ ടേസ്റ്റ് അപ്പാടെ മാറിപ്പോകും. ചോറിനോടൊപ്പവും കഞ്ഞിയോടൊപ്പവും ഇത് നല്ല ടേസ്റ്റാണ്. ചോറിന് വേറെ എരിവുള്ള കറികൾ ഉള്ളതുകൊണ്ട് വൻപയർ തോരൻ ഈ റെസിപ്പിയിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. വൻപയർ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിനോടൊപ്പം ഉപ്പ് കൂടി ചേർക്കണം. പയർ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം സിമ്മർ ചെയ്യണം. അടച്ചു വെക്കുകയൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 7-8 മിനിറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ പയറിലേക്ക് എരിവും ഉപ്പുമൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫീഡ്ബാക്ക് തരാനും മറക്കരുത് കേട്ടോ. പയർ വേവിച്ച വെള്ളമെല്ലാം ഡ്രൈ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു. കലക്കൻ വൻപയർ തോരൻ റെഡി.